വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 ഈ പെണ്ണിന്റെ പ്രാന്തായോ ചെക്കന്റെ സുഖടോക്കും പകർന്നെന്നാ തോന്നേ റസിയ റസിയ ഈ വാതിൽ തുറക്ക് റസിയ ഓളേതെങ്കിലും പാട്ട് കേൾക്കും പാത്തുവോ പിന്നെ നാടൊട്ടുക്ക് സൗണ്ട് കേൾപ്പിച്ചിട്ടല്ലേ പാട്ട് കേൾക്കണത് നിലം ചവിട്ടിക്കൊണ്ടി ഈ പെണ്ണിന്റെ മേലേതോ സൈത്താൻ കൂടിയിരിക്കണേ നിങ്ങളൊന്ന് വാതിൽ തുറക്കാൻ പറയേ മോളെ റസിയ വായിലോർക്ക് നാട്ടുകാർ ഓടിക്കൂടും മോളെ ഓളെ മേലേതോ സൈത്താൻ കൂടിയിരിക്കണേ അതുകൊണ്ടല്ലേ ഇങ്ങനെ തുള്ളണത് എന്തായാലും നല്ല ആട്ടും പാട്ടേറുന്ന സൈത്താനാന്ന് തോന്നുന്നു നന്നായിട്ട് പാടുന്നുണ്ട് കണ്ടില്ലേ കണ്ണുകൊള്ളയും മെയ്യും വെച്ചത് ആ പാടിന സൈത്താനല്ലേ അത് പാട്ട് വെച്ചതാണ് അപ്പൊ സൈത്താൻ വെച്ച പാട്ടാ ഞമ്മളെ പോലെ നന്നായിട്ട് പാട്ടൊക്കെ ആസ്വദിക്കുന്ന സൈത്താനാണ് ചുമ്മോ നിങ്ങളെ പോലെയുള്ള സൈത്താനല്ല നിങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ കോഴിക്കോട്ടങ്ങാടിയിൽ മീൻ വിറ്റ് നടക്കുന്ന സൈത്താൻ അകത്തുള്ളതാണ് ശരിക്കുള്ള സൈത്താൻ പെൺപിള്ളേരെ വൈതെറ്റിക്കാൻ നടക്കുന്ന സൈത്താനി ഓൾ ഔത്തിരുന്നിട്ട് എങ്ങോട്ട് വൈതെറ്റാനാണ് പാത്തു ഏതെങ്കിലും വൈക്ക് പോകുമ്പോഴല്ലേ സൈത്താൻ വഴിയെറ്റിക്കാൻ പറ്റുള്ളൂ നിങ്ങളൊന്ന് പോയായിരുന്നേ നിങ്ങളോട് വർത്താനം പറഞ്ഞു നിന്നാലേ സൈത്താൻ ഇവിടെ തന്നെ കുടിച്ചോളൂ അതിന് മുന്നേ ഓളെ മേലിനത് ഇറക്കി അതിനിപ്പോ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ പെണ്ണെന്താ വടിയെടുത്ത് രണ്ടെണ്ണം കൊടുക്കി അപ്പൊ എല്ലാ സൈത്താന്മാരും ഒഴിഞ്ഞ് അങ്ങോട്ട് പൊയ്ക്കോളൂ നിങ്ങളൊരു വള്ളിത്തണ്ട് എടുത്തുണ്ടോ വള്ളിത്തണ്ടൊന്നും കൊണ്ടുവരണ്ട കണ്ട കാലായിട്ടേ നമ്മളവളെ കൈകൊണ്ട് പോലും തല്ലിയിട്ടില്ല ഓക്ക് അതിന്റെ കുറവ് നല്ലോണം ഉണ്ട് മോളെ റസിയ റസിയ ഒരു മയത്തിന് വിളിക്ക് പാത്തു ഞാൻ കാണിച്ചു തരാം മോളെ റസിയ വായിലോർക്ക് എന്നാ പിന്നെ തുള്ളുന്നോളല്ലേ പാത്തോ അത് സേത്താൻ തന്നെ മൂപ്പർ അത്യാവശ്യമോ ആട്ടറിയുന്ന സേത്താനാട്ടോ നന്നായിട്ട് ആടുന്നുണ്ട് എന്തായാലും മോള് നല്ലോണം കളിക്കണ്ടല്ലോ ഒന്നോ തീർന്നേ മോളെ ഒന്നുകൂടി ആ പാട്ട് വെച്ച് ഒന്നുകൂടി കളിക്കി ഉമ്മ കാണട്ടെ ഇത് ഡാൻസ് അല്ലോ ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഇത് എയ്റോപ്ലെയിൻ പോലത്തെ ഒരു സാധനമാണ് ഡാൻസ് ആണെങ്കിൽ തലയിൽ പൂവൊക്കെ വെക്കുമല്ലോ ഒരു പൂവ് നിങ്ങളെ തലയിൽ വെച്ചാൽ നന്നാവും ഒരു ചെമ്പരത്തി പൂവി എന്തിനാ ഒന്നാക്കണേ ഒന്നോ രണ്ടോ വെച്ചോ കെട്ടിയോൻ തലയിൽ പൂ വെച്ചെടുക്കണം എനിക്ക് ഭയങ്കര വെയിറ്റ് ആവുമല്ലോ നോക്ക് ഓളെ കാണാൻ നമ്മള് സാനിയ മിർസന്റെ കൂട്ടില്ലേ അതാരാ സാനിയ മിർസ സാനിയ മിർസ നമ്മളെങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ചെറിയ ഉടുപ്പിട്ടിട്ട് ഇങ്ങനെ എങ്ങനെ കളിക്കല്ലേ ഏതാ പന്തൽക്കാരി പോയായിരുന്നേ ഇത് ഡാൻസ് ആണ് എയറോ ഡാൻസ് പറഞ്ഞ് കളിക്കുമോളെ കളിക്കുമ്മ കാണട്ടെ മോളെ ഒന്ന് കളിക്ക് പാട്ട് വെക്ക് ഇത് എയറോബിക്സ് ആണുമ്മ ഇതൊരു തരം വ്യായാമാണ് സംഗീതത്തിന്റെ അകമ്പടിയോട് ചെയ്യുന്ന വ്യായാമം അല്ല ഈ അടിച്ചുപൊളി പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ തുള്ളി കളിച്ചിട്ട് വേണോ വ്യായാമം ചെയ്യേ സംഗീതന്റെ സിരകളിലൂടെ ഒഴുകും അതിനനുസരിച്ച് എന്റെ ഉടലിങ്ങനെ ചുവട് വെക്കും ആ ഉടല് ഉടഞ്ഞു പോകണ്ട നോക്കണേ മോളെ ഇല്ലപ്പാ
സംഗീതത്തിനനുസരിച്ച് ചുവട് വെക്കുമ്പോ വ്യായാമം ചെയ്യുന്നതിന് ക്ഷീണം അറിയേയില്ല. അപ്പൊ എന്റെ രക്തധമനികളൊക്കെ ഇങ്ങനെ വല്ലാണ്ടിളകും. അതാണ് എയറോബിക്സിന്റെ എനിക്കും പഠിക്കണം എന്ത് മിസ്സാണെങ്കിലും പഠിക്കണം. വ്യായാമം ചെയ്യാൻ ഒന്നും ഇവിടെ നേരം കിട്ടുന്നില്ല. അതിന് പാത്തു ഒരു പണിയും ചെയ്യാത്തവർ ചെയ്യുന്നതാണ് വ്യായാമോ. ഇവിടെ അടുക്കളയിൽ അത്യാവശ്യം പണിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ? ഓ സമ്മേച്ചി ഞാൻ ഇവിടെ പണിയൊക്കെ എടുക്കണ്ടേന്ന്. എനിക്കിപ്പൊ ചത്താൽ മണ്ടിയില്ല. നെയ്യ് പോയി കട്ടി ചാടിക്കൂട്, അല്ലെങ്കിൽ വേണ്ട വെള്ളം ചീത്തയാവും. പോയി റെയിലിൽ തലച്ചോ. ഉപ്പാ വെറുതെ ഉമ്മാന്റെ അടുത്ത് വഴക്കിടണ്ട. ഉമ്മാൻ എയറോബിക്സ് ഞാൻ പഠിപ്പിക്കും. എക്സസൈസിന്റെ ആയാസല്ലാതെ ഞാനും ഉമ്മയെ ആസ്വദിച്ച് അങ്ങനെ ചെയ്യും. ഉപ്പാക്ക് കാണണോ? മോളെ പാട്ട് അനക്ക് പയ്യ ഒപ്പനല്ല ഇതല്ല. ഈ പെരയിൽ എന്തൊക്കെ കാരണം പഠിച്ചോനെ നമ്മള്. പാത്തോ രാവിലെ ചായ കിട്ടിയില്ല. പാത്തോ രാവിലത്തെ ചായ കിട്ടിയില്ല. ആരോട് പറയാ? ഇന്ന് പൗഷപ്പെട്ട തന്നെ പോണ്ടി വരും. ഓരോരോ കളി. MIT മൂസ MIT മൂസ MIT മൂസ MIT മൂസ. പപ്പടന്റെ പാത്തോ? ഇല്ല, പപ്പടം പച്ചളത്ത് കാച്ചാൻ പറ്റൂല. അതിന് വെളിച്ചെണ്ണാന്ന് പറഞ്ഞൊരു സാധനം വേണോ? അവിടെ ഇല്ല. ആണ്ട് തുള്ളിക്കളി കഴിഞ്ഞ മോളെ? കഴിഞ്ഞു. കുറച്ച് കലോറി കത്തിച്ച് കളഞ്ഞപ്പോ എന്തൊരാശ്വാസം. ലോറിയൊക്കെ കത്തിച്ചോ? ആറ് ലോറി കത്തിച്ചേ? ലോറി അല്ലപ്പാ, കലോറി. അങ്ങനെ ലോറി ഉണ്ടോ? ഉപ്പാ, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജത്തിന്റെ അളവാണ് കലോറി. അത് ശരി, ഊർജം അളക്കുന്ന ലോറിയാണല്ലേ? ഉമ്മാ, നിങ്ങൾ എന്താ മുമ്പ് കൊണ്ടുവന്ന് വെച്ചത്? അനക്കിത് കണ്ടിട്ട് തിരിയില്ല. ഓള് പാട്ട് വെച്ച് തിരിഞ്ഞ് ഓളെ പിരി ലൂസായി പോയിക്കണ്. ഉമ്മാനോടാ ചോദിച്ചത്. ഇതിന്റെ മുമ്പ് കൊണ്ടുവന്ന് വെക്കുന്നത് എങ്ങനെ ധൈര്യം വന്ന്? ഇതെന്താണ് സാധനം? ഇത് പിട്ടി, ഇത് കടല. അനക്ക് പിട്ടി കടല കണ്ടിട്ട് തിരിയില്ലേ? കൊറേ കാലല്ലോ ഇത് എന്നെ തിന്നാൻ തുടങ്ങിയിട്ട്. രാവിലെ മുതൽ ഞാൻ കഷ്ടപ്പെട്ട് തുള്ളുന്നത് എന്റെ സൈസ് 0 ആവാനാ. എന്നിട്ട് തേങ്ങ ചെരുവ പുട്ടിന്റെ മുമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്ന്? അല്ല മോളെ, ഈ പിട്ടിന്റെ അകത്ത് തേങ്ങ ഇല്ലാണ്ട് മാങ്ങ ചെറുക്കിടാൻ പറ്റുമോ? ഉപ്പാ, ഈ വെറും 100 ഗ്രാം തേങ്ങയിൽ 444 കലോറി ഉണ്ട്. പഠിച്ചോനെ, ലോറിയിൽ തേങ്ങ കയറ്റാണ് നമ്മൾ കേട്ടിക്കണ്. തേങ്ങയിൽ ലോറി കയറ്റാൻ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. ഒരു കാര്യം ചെയ്യും, 400 ലോറി കേറിയ പിട്ടി ഈ തിന്നണ്ട. അത് ശരി, ഇന്നെ രാവിലെ തന്നെ പട്ടിണിക്കിടാനല്ലേ പരിപാടി? അതിന് അന്നോട് ഇവിടെ തിന്നണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അനക്ക് മാണ്ടാഞ്ഞിട്ടല്ലേ? അതല്ല ഉപ്പാ, എനിക്ക് കലോറി മൂല്യം കുറഞ്ഞ പഴങ്ങൾ വാങ്ങി തരണോ. അനക്ക് മാത്രം ഇവിടെ പഴം വാങ്ങി കൂട്ടാനേ പൈസ ഇവിടെ അട്ടിക്ക് വെച്ചിക്ക. അട്ടിക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ദിവസവും വാങ്ങി തന്നാ മതി. കലോറി മൂല്യം കുറഞ്ഞ പഴങ്ങൾ. അതെന്ത് പയ്യറസിയ? പപ്പായ, പേരയ്ക്ക, പാളയംകോടൻ പഴം, ആപ്പിൾ, ഓറഞ്ച്. അല്ല മോളെ, ആപ്പിൾ ഓറഞ്ച് ഒക്കെ വേണോ? വേണോപ്പാ, എനിക്ക് നന്നായി മെലിയണം. മെലിന്ന് ഉപ്പ വയ്ക്കണ്ട റസിയ. ആപ്പിളൊക്കെ കിലോനെന്താ വിലന്നറിയാം? എനിക്ക് ആപ്പിളൊക്കെ വാങ്ങി ഉപ്പാന്റെ ചോരയും നീരും പറ്റി പോകും. മെലിയണം എന്ന് പറഞ്ഞിട്ട് അനക്ക് അതിന് മാത്രം തടിയൊന്നുമില്ലല്ലോ എന്റെ മോളെ. എനിക്കൊരു മെലിയണം. മെലിഞ്ഞൊരു തൂവൽ പോലെയാവണം. ഓക്കെ, കോയിത്തൂവൽ പോലെ ആവണമെന്ന് ആരെങ്കിലും ഒന്ന് ഊതിയാ പറന്നു പോകും റസിയ. കരീന കപൂറിനെ പോലെ സൈസ് 0 ആവുകയാണ് എന്റെ ലക്ഷ്യം. നടന്നെ 58 കിലോ ഉണ്ടായിരുന്ന കരീനേനെ സൈസ് 0 ആക്കിയതേ രുചിതാദിവാകറാണ്. 1 മണിക്കൂറിന് 2 ലക്ഷം ഉറുപ്പിക എണ്ണി കൊടുത്താല് രുചിത വരും. ഇത്താത്താക്ക് ക്ലാസ് എടുക്കും. ആ ക്ലാസ്സിൽ ഇരിക്കാതെ തന്നെ ഭക്ഷണം കുറച്ച് ഞാൻ മെലിയും. സൈസ് 0 ആവുകയും ചെയ്യും. ഓളെ 0 വോൾട്ട് ബൾബ് പോലെ ആവുന്ന പറയുന്നത്. ഇനി ഓക്ക് ഇവിടുന്ന് ഒന്നും തിന്നാൻ കൊടുക്കണ്ട. അതല്ലപ്പാ, ഞാൻ പറഞ്ഞ കലോറി കുറഞ്ഞ പഴങ്ങൾ കൊണ്ടുവരണം. എന്നും രാവിലെ കാരറ്റും ആപ്പിളും ചേർത്ത് ജ്യൂസ് കുടിക്കണം. അത് മതി. എന്നും രാവിലെ കാരറ്റും ആപ്പിളും ജ്യൂസ് അടിച്ചാൽ എന്റെ ഉമ്മ അങ്ങോട്ട് വരുമോ? അല്ലോ, അങ്ങ് നരിക്കുനിന്ന് ഉമ്മാമ ഇവിടെ വരെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അല്ല മോളെ, അനക്കിപ്പോ ഇത്ര പെട്ടെന്ന് മെലിയണം തോന്നി എന്തിനാ? സ്കൂൾ ആർട്സ് ഫെസ്റ്റിൽ ഞാൻ സ്റ്റേജിൽ കയറുന്നുണ്ട്. അതിന് തടി കുറയണോപ്പാ. ഇത്തിരി തടിയുള്ള അന്നെ താങ്ങാൻ പറ്റാത്ത സ്റ്റേജ് എന്റെ സ്കൂളിൽ. അതല്ലോപ്പാ, സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കാൻ കേറുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പന്നെ കുറെ പേര് കാണില്ലേ? അവരുടെ മുന്നിൽ സ്ലിം ബ്യൂട്ടി എനിക്ക് അതിനു വേണ്ടിയാ ക്ലാസ്സിൽ ഞങ്ങൾ 5 പേര് ഡയറ്റിങ്ങിലാ. ഉമ്മ സൂക്ഷിച്ചോ, ഇത്താത്ത ഡേറ്റിംഗിലാണോ പറയുന്നത്? എന്താ മോനെ അങ്ങനെ പറഞ്ഞാലേ?
ചെക്കന്മാരോടൊപ്പം പുറത്തു പോയിട്ട് കറങ്ങലെന്ന്. കൊല്ലും ഞാൻ ചെക്കന്മാരെ കറങ്ങി നടന്നാലോ. ചെക്കന് സ്പെല്ലിംഗ് തെറ്റിയതാ. അത് ഡേറ്റിംഗ്, ഇത് ഡയറ്റിംഗ്. നോക്ക്, സ്പെല്ലിംഗ് തെറ്റിയാൽ എന്താക്കിയാലും വേണ്ടില്ല. കുരുത്തക്കേട് കളിച്ചാ ഉപ്പ സഹിക്കൂല. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പ ഫ്രൂട്ട്സ് കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് വേണ്ട ഫ്രൂട്ട്സിന്റെ പച്ചക്കറിയുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. ഒരു ഗണ്ണ് വെച്ച് ഇത്താത്താനെ സുടാനുള്ള ദേഷ്യമുണ്ട് ഉപ്പാക്ക്. ഇല്ലുപ്പ ഇല്ലേ? ഈ മാണെ പുട്ടെടുത്ത് തിന്നടോ. മുണുങ്ങോട് ഓക്ക് മാണ്ട ഓളെ കഷ്ണം കൂടി എടുത്തടോ. ഫാത്തിമ, 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 ഫാത്തിമ. ഹലോ ഹലോ പൂത്താണ്ടേ അല്ല റെയില് വണ്ടിയിലേ ഹഞ്ചി ഹാറി ഹേ റെയില് വണ്ടിയിലേ റെയില് വണ്ടിയിലേ അല്ലോ എന്താണ് എന്തായത്? ഡോർ വർക്ക്. അങ്ങോട്ട് വാ, അങ്ങോട്ട് വരായി. ഇതെന്താ ഫാത്തിമ കാണിക്കുന്ന വട്ടായോ? ഞാൻ കുറച്ച് എറബിസ് ചെയ്യാവളെ. ഇങ്ങനെ തുള്ളിയ നടു ഒടിഞ്ഞു പോലെ ഫാത്തിമ. ഇല്ല, സുന്ദരിയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിക്കണമളേ. അത് ഫാത്തിമ സുന്ദരില്ലെന്ന് ആരാ പറഞ്ഞു? അങ്ങനെ ആരും പറയൂല. നാലഞ്ച് മോളെപ്പം നിൽക്കുമ്പേ പ്രായ കൂടുതൽ അവളെ. സ്വന്തം മോളോടൊപ്പം നിൽക്കുമ്പോ എന്തിനാണ് ഇത്ര കുശുമ്പ്? ഓക്കിന്റെ സൗന്ദര്യം കിട്ടിയ കുറച്ച് കൂടി പോയിക്കണേ. ഓളെപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അമ്മമാർക്കൊക്കെ പ്രായം കുറവാണ്. നീ ഉമ്മയും മോളാണെന്നൊക്കെ ഓലെ കട്ടാ പറയൂല. നീ അത് കേട്ടപ്പോ ഒരു പൂതി മെലിഞ്ഞ കോല് പോലാണോ നീ? അതപ്പോഴത്തെ സ്റ്റൈലി. അപ്പൊ ഫാത്തിമ സൈസ് 0 ആവാൻ പോവുക? അതിന്റെ കവളെ പ്രസീൽ പറയുന്ന കേട്ടുകണേ. സൈസ് 0 എന്ന് പറഞ്ഞ ഏറ്റവും കുറഞ്ഞ അഴകളവാ. നന്നേ മെലിഞ്ഞു ഒട്ടും ദുർമേധസില്ലാത്തവർ, നമ്മൾ കരീനെ പോലെ. തുള്ളിയല്ലേ കവളെ മെലിഞ്ഞ് നല്ല ഉണങ്ങി നല്ല പൊഞ്ചത്തിയായാലേ. എന്നാലും മോളോ അത് കയ്യിൽ വെച്ച് തുള്ളി വെച്ചിട്ട് പാടി തന്നെ. പറയാൻ മാത്രം തടിയില്ലാത്ത ഫാത്തിമ ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂടെ ഹെറോബിസ് ചെയ്യേ. അതിനെന്തേ തവളെ? അതിന് വല്ല ചെലവുള്ള കാര്യാ? കുറച്ചു നേരം കിടന്ന് തുള്ളിയാക്കിട്ട് നല്ല ആരോഗ്യല്ലേ? ഇതൊക്കെ പോ, ഒക്കെ പോ. ഈ തുള്ളിക്കോ പറയല്ലേ? വ്യായാമം ചെയ്യുന്ന കാര്യം മൂപ്പരോട് പറഞ്ഞാ മൂപ്പര് പറയൂ വാഷിംഗ് മെഷീൻ എടുത്ത് മൂലക്കിട്ട് അലക്കാലിൽ അലക്കിക്കോളെ. ഒറ്റയ്ക്ക് 10 ബക്കറ്റ് വെള്ളം കോരാൻ എന്നെ കൊണ്ട് പറ്റൂലേ? ആരും കണ്ടാലെന്ത് വിചാരിക്കൂ? ഒരു സൗകര്യമില്ലാത്ത വീടാണ് കരുതൂലേ? എന്നാൽ എന്നും ഞാൻ ഈ നേരത്തെ തന്നെ വരാം. എന്തായാലും വന്ന് നന്നായി. ഒരു കൂട്ടില്ല ഞാൻ ഇങ്ങനെ കളിക്കുന്നു. ഈ വേഗം അങ്ങോട്ടേക്ക് എന്നാ തുള്ളിക്ക് ഒത്തു പിടിച്ചോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ തുള്ളി കാലോണ്ട് മാണോ? കാലോണ്ട് കളിക്ക് വേളേ. അതിനെ ഇനിങ്ങനെ ഭ്രാന്ത് പിടിച്ചാൽ നമ്മളിങ്ങനെ വെള്ളത്ത് തുള്ളണോ? വെള്ളപ്പൊ കുടിക്കാൻ പറ്റൂല മോളോ. ഇങ്ങനെ ഉണ്ടാവും. ഈ തുള്ളാണ്ട് തുള്ളിയിട്ട് കുഴപ്പമില്ല. അല്ലുമ്മ, നിങ്ങൾ ഇവിടെ ആരും അറിയാതെ എയറോബിക്സിന് ക്ലാസ് തുടങ്ങിയോ? ചേച്ചിയും ചേർന്ന്? ഞാനും സ്ലിം ബ്യൂട്ടിയാൻ തീരുമാനിച്ചു മോളെ. അല്ല മോളെ, നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ ചാടി കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഏതായാലും ഉരുണ്ടൂടി വിശന്നിട്ട് വന്നതമ്മ. ഔലേ ഡയറ്റിംഗ് വയറ് കാണുക. ഞാനിപ്പോ വീണോ? ഇത്തിരി ചോറ് എടുത്തരി. പറ്റൂല. ആന്തുമ്മ, ചോറ് പോയിട്ട് ഒരു മറ്റിന്റെ മണി ഞാൻ എടുത്ത് തരൂല. ആന്തുമ്മ ഇങ്ങനെ കണ്ണു ചോരല്ലാണ്ട് പെരുമാറുന്നത്? ഒരു ഓറഞ്ച് ജ്യൂസും കുടിച്ച് പോയതല്ല ഞാൻ ഇവിടുന്ന്. തല കറങ്ങിട്ട് വയ്യ. അനക്ക് തല കറങ്ങിട്ടെങ്കിലേ ആത്ത നാരങ്ങ എടുത്ത് വെച്ചിട്ട് അതെടുത്ത് പീഞ്ഞങ്ങ് കുടിച്ചൂടി. എനിക്ക് ചോറ് തന്നെ വേണം. അനക്ക് ഇവിടെ ചോറ് വെച്ചില്ല. ഒരാഴ്ചത്തേക്ക് 16 മാത്രം മതി. വെളി തന്നെയാണേ പറഞ്ഞേ. എന്നിട്ട് ഓളിപ്പ പറയുന്ന കേക്ക് ആളുകളായ പറഞ്ഞ വാക്കിന് വിലമാണോ? ഈ എന്റെ ഉപ്പാനെ പോലെ ആലേ റസിയാക്കി അത് തീരെ ഇഷ്ടമില്ല. അതിനെന്താ ഫാത്തിമ, ആരും ഇനി ഇടാലോ. ഉള്ള ചോറെടുത്ത് കുഞ്ഞനോട്. പറ്റൂലേച്ചി, ഇവൾ ഒരാഴ്ചത്തേക്ക് ടൈറ്റാന്നാ പറഞ്ഞേ. എന്താ എന്റെ പേര്? GM ഡയറ്റ്സ്, ജനറൽ മോട്ടോ ഡയറ്റ്സ്. അത് തന്നെ.
ഇവളൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് കൊരക്കുന്നു. ഒരാഴ്ചത്തേക്കുണ്ടല്ലോ കട്ടിയുള്ളൊന്നും തിന്നാൻ പറ്റൂല. മോളെ ഈ മണെ കുറച്ച് കക്കിരിക്കെടുത്ത് അരിഞ്ഞങ്ങ് തിന്നൂടി. ഉമ്മാനെ തിന്നാനുള്ള വിശപ്പുണ്ട് കേട്ടോ എനിക്ക്. ഇങ്ങനെ കടുപിടുത്ത് പിടിക്കണോ ഫാത്തിമ? മാനം ഓള് ടൈറ്റിങ് തുടങ്ങിയപ്പോ ഞാനും തുടങ്ങി. ഓള് സ്കൂളിലെ PTA മീറ്റിങ്ങിന് പോകാൻ ഞാനല്ലാണ്ട് ആരാ ഉള്ളത്? ഉമ്മാനെ മോളെ കണ്ടാല് ഏട്ടത്തിയോ അനുജത്തിയോ ആണെന്ന് തോന്നണം. അതിന് വേണ്ടിട്ടാ ഞമ്മള് പണിപ്പെട്ട് ഇങ്ങനെ രാവിലെ എങ്ങനെ തുള്ളി കളിക്കണത്. ഉമ്മാക്ക് ഇപ്പൊ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? മോളെ അനക്ക് ഇന്നേക്കാളും തടിയുണ്ട്. ഇനിയും ഇങ്ങനെ ചോർത്തുന്ന ബീപ്പക്കുറ്റി പോലെയാവും. പിന്നെ നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോണ്ടല്ലോ വല്ലാത്ത ചേർച്ചക്കാരായി കിട്ടോ. എന്നാ പിന്നെ ഒരുമിച്ച് നടക്കണ്ടെന്ന് വിചാരിച്ചാ പോരെ. ഈ നോക്ക് വെളു പറയണത്. അപ്പൊ എന്റെ കൂടെയുള്ള കുട്ടികളെ ഉമ്മമാരൊക്കെ എടുത്ത് ഞാനാരേ? ഞാൻ മെലിയുടെ സുന്ദരിയാവുന്നു എനിക്ക് കണ്ടൂടല്ലേ? അസൂയ കരി. എനിക്ക് മൊഞ്ച് കൂടുതൽ അസൂയല്ലേ എനിക്ക്? അനക്ക് ഞാൻ മൊഞ്ചിടാൻ ഓറഞ്ച് പൊളിച്ച് തന്നില്ലേ? കക്കിരിക്കറിഞ്ഞ് തന്നില്ലേ? എന്നിട്ട് ഓള് പറയുന്നു നോക്ക് വെളെ. നിങ്ങളെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ ഞാനില്ല. ഞാൻ വെളെ ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്ത്, എന്നിട്ട് വരാം. ഈ നാളെ വരണ എന്ത് പിടിച്ചിട്ടുള്ള അത് വരാം. അന്റെ പൊരയിൽ എന്തെങ്കിലും കനയുള്ള സാധനം എടുത്ത് ഇങ്ങനെ തുള്ളണം കേട്ടോ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്റ്റെപ്പ് ഇട്ടോ. ഓളെ തടി അങ്ങനെയൊന്നും കുറയൂല. പാരമ്പര്യ മോളെ കൊറേ തുള്ളണോ. അനക്ക് ഞാൻ എന്തായാലും ചോറ് തരാൻ തീരുമാനിച്ചില്ല. ഈ മണ കക്കിക്കെടുത്ത് തിന്നോ. പോട്ടെ ആത്തേക്ക് അങ്ങ് പോയൂടി. MIT മൂസ MIT മൂസ MIT മൂസ MIT മൂസ കാജലിനാൽ കരിമസി എഴുതി തൂവള്ള കൺമീ ചാരുതമാക്കി സൈക്കിള് ചവിട്ടണ നല്ലൊരു വ്യായാമാണെന്ന് നമ്മളിപ്പോ വായിച്ചു. സൈക്കിൾ ചവിട്ടുമ്പോ മേലിൽ നല്ല ചോരോട്ടുണ്ടോ? ചോരോട്ട് കൂടിക്കൂടിക്ക് കരീനെ പോലാണോ? എവിടെയും ഇടിച്ചു വീണാല് ചോരോട്ട് വരെ നിക്കലാന്ന്. ഞാനേ ഈ സൈക്കിളും കൊണ്ട് ഒരു സവാരിക്ക് പോയി നോക്കി വീണെടുക്കും. ആളുകൾ എന്താ വിചാരിക്ക? ആളുകൾ കണ്ടാ വിചാരിക്ക ഞാൻ എന്താ തുണിയിലാണ്ടാ പോണത്? അല്ലുമ്മ ഇപ്രായത്ത് പെണ്ണുങ്ങളാരും സൈക്കിൾ ഓടിക്കോ? ഇന്ന പ്രായം വരെ പെണ്ണുങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാവുന്ന എഴുതി വെച്ചിട്ടൊന്നുമില്ല. എന്റെ ഉമ്മാക്ക് വയസ്സ് 10-60 ആയിട്ടില്ല. കൊയമ്പും തേച്ചിങ്ങനെ കൊലയിൽ കുത്തിരിക്കേ. ഉമ്മാനോട് വർത്താൻ പറഞ്ഞ എന്നെ വേണതല്ലേ? ഉമ്മ എനിക്ക് നിങ്ങൾ വീണ് പോട്ടോ. ആ എന്റെ ഉപ്പാന്റെ MIT പോടി. ഒരു സവാരി മോനെ പോയി തരാ. പിന്നെ കാണാം. എങ്ങോട്ടാ മോനെ എന്റെ ഉമ്മ വാണം വിട്ട പോലെ സൈക്കിളിൽ പോയത്? ഉമ്മ എക്സസൈസ് ഇറങ്ങിയാണ് ഉപ്പ. പഠിച്ചോനെ ഓളെ എക്സൈസ് എടുക്കേണ്ടി വരും. റസിയ മോളെ റസിയ അനക്ക് വേണ്ടോളം പൈക പച്ചക്കറി ഒക്കെ ഉണ്ട് ട്ടോ. പച്ചക്ക് വെട്ടി അറിഞ്ഞ് തിന്നോണ്ടി അതിനൊരു കുറവുണ്ടെന്ന് പറയരുത്. എനിക്കത് വേണ്ടപ്പാ. ഉമ്മാക്ക് വേണേ കൊടുക്ക്. ഉമ്മ അപ്പൊ ഫുൾ ഡയറ്റിംഗ് എക്സസൈസ്. ഒന്നും പറയണ്ട. ഉമ്മനെ കൊണ്ട് പൊറുതി മുട്ടി. കരീന കപൂറിന്റെ ഒരു ഫോട്ടോ കണ്ട് അതുപോലെ ആവണമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കാം. കരീനന്റെ കളർ കിട്ടണെങ്കിലേ ഉമ്മ മേല് മൊത്തം ചോണ പെയിന്റ് അടിക്കണം. ഹലോ എന്താ അവസ്ഥപ്പെട്ട പാത്തുമ്മയോ വീണോ? പഠിച്ചോനെ നിങ്ങള് ഓളെ മൂക്കിനടുത്ത് വിരലൊന്ന് വെച്ച് നോക്കി. ശ്വാസം നോക്കി. ശ്വാസം ഉണ്ടല്ലേ? സൈക്കിള് വീണോ ഒച്ച ഞങ്ങള് കേട്ട്? ഓളെ എല്ലോടി ഒച്ച കേട്ടോ? ആ പോക്ക് കണ്ടപ്പോ നമുക്ക് തോന്നിക്കണത് ബിയാനുള്ള പോക്കാന്ന്. ഇനി എത്ര കായ് ചെലവാക്കേണ്ട ഒരു പഠിച്ചോനെ. ഉപ്പൊന്ന് പോയിട്ട് വരാട്ടോ. ഉമ്മാന്റെ ഒരു ഇടങ്ങേറി പിടിച്ച കളി. ഓളെ എക്സസൈസ് ആണ്. എനിക്ക് ബൈക്കുന്നു. റസിയ മോളെ റസിയ എന്താമ്മ? ഉമ്മാക്ക് ബൈക്കിന് മോളെ തിന്നാൻ എന്തെങ്കിലും മാണ്ടീനു. ഇപ്പൊ കൊണ്ടുവരാം. കരീന മോളെ പിന്നെ കച്ചാറിഞ്ഞല്ലോ. അന്റെ ഒരു സിനിമയും ഞാൻ കണ്ടിയില്ല. എന്നാലും എന്റെ മാതിരിയുള്ള ഒരു ശരീരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടെന്നാ എന്റെ കൈയിന്റെ എല്ലാം ഒടിഞ്ഞു പോയില്ലേ മോളെ? 3-4 ദിവസമായി പള്ളയിലെന്തോ ചെന്നിട്ട് ഡയറ്റിങ് ആയിനു. മോളെ പെടി എത്തിയോ? എന്താണ് റസിയ? ഇക്കെന്തിരി ചോറോ കഞ്ഞോ മാണോ അത് വെച്ചുണ്ട്. ഉമ്മ ഇവിടെ വയ്യാണ്ട് കിടക്കണ കണ്ടില്ലേ? പൈക്കണേ.
ഈ കക്രീനെ കൊണ്ട് കേറ്റോണ്ടുന്താൻ അഞ്ച പള്ളന്ന് അറിയൂല. ഉമ്മ ഇപ്പഴും ഡയറ്റിങ്ങിലാ. ഒരാഴ്ചത്തെ ഡയറ്റിങ് പൂർത്തിയാവാതെ ഇവിടുന്ന് അനങ്ങാൻ പറ്റൂല. ആളുകളായ പറഞ്ഞ വാക്കിന് വില വേണം. 1 മണി വറ്റി ഞാൻ തരൂല. ഇത് ഞാൻ ആരോടോ പറഞ്ഞാണല്ലോ. വേറെ ആരോടല്ല, എന്നോട് തന്നെയാ. അപ്പതെന്റെ പ്രതികാരല്ലേ. വേണമെങ്കിൽ തിന്നോ. വയസ്സാങ്കാലത്തൊരു ഡയറ്റിങ്. ചെറുപ്പേ, ഇതൊക്കെ കോഴിക്കാലായിനെങ്കിലും പാത്തോ മഞ്ചത്തിയാവാൻ നോക്കി ഇപ്പൊ എല്ലാം കൂടി പഞ്ചറായില്ലേ? സമാധാനായാലും എനിക്ക് ഇപ്പൊ ഈ മോളും കൂടി നടക്കുമ്പോ നാട്ടുകാര് പറയൂ വല്യുമ്മേ മോളും നടക്കണെന്ന്. സമാധാനായാലും എനിക്ക് കൊത്തി കുഴിച്ചിട്ടാളി സവത്ത് കുത്തല്ലേ ആടാടിയേ ആകതേള്ളു ഇതൊക്കെ കൊയ്ക്കാല. ഈ കിടന്നു പോയതുകൊണ്ട് 3-4 ദിവസത്തെ അടുക്കള പണിപ്പ് എന്താക്കുന്ന എന്റെ ചിന്ത. അപ്പൊ എന്റെ കയ്യും കാലും ഒടിഞ്ഞാലല്ല നിങ്ങക്ക് വിഷമോ? അല്ല, അതിനൊരു പരിഹാരം നമ്മള് കണ്ടിക്കണ്. അനക്ക് സുഖാവണ് വരെ ഇവിടെ എല്ലാരും ഡയറ്റിങ്ങിലാ. എല്ലാവർക്കും നമ്മള് കക്കിരി വെട്ടി കൊടുക്കും. വല്ലാണ്ട് പ്രശ്നാല് ഞമ്മള് പോയിട്ട് അവസരപ്പെട്ട പീടിക പോയിട്ട് പുട്ടും കടലും കഴിക്കും. കുട്ടികള് 2 പിന്നെ ക്യാൻറ്റീൻ എന്തെങ്കിലും കഴിച്ചോളൂ. അപ്പൊ ഞാനോ? അനക്കൊരാഴ്ചക്ക് ഡയറ്റിംഗ് അല്ലേ? ക്യാരറ്റും കക്കരിയും നാരങ്ങൊക്കെ തിന്ന് കിടന്നോണ്ടി. എന്തൊരു തൊന്തരവാവളെ. അല്ലാ, അതാ വന്നല്ല എന്റെ ശിഷ്യത്തി. സ്വർണ്ണല്ലാതാ അപ്പളും മുന്തിരൊന്നും കൊണ്ടുവന്നില്ല. കിടക്കണേ അന്റാട് ചോറ് വെച്ചോ. ഏയ്, ഞാനിപ്പോ ഡയറ്റിങ്ങില്ല. അതും പോയി. അല്ല, സൈക്കിൾ മതി വീണിച്ച് ഫാത്തിമ ഇവിടെ കിടക്കുക. കിടന്നാലില്ലാത്ത സൂക്കേട് വരെ വരികേ. വേള എങ്ങോട്ടൊക്കെ എന്നെ കണ്ടപ്പോ എല്ലില്ലാത്ത ആൾക്കാരമാരിയായില്ലേ. സകലം ചാത്തവാ. ഹൗസേപ്പേട്ടന്റെ പീടിയന്റെ മുന്നിലെ ഗട്ടറില്ലേ വേളെ. ഞാൻ സൈക്കിളും കൊണ്ടാ കേറ്റിറങ്ങി ഇങ്ങനെ വരികയിന് അതില് ചാടി അപ്പുറത്തെ മെറ്റലിലേക്ക് ബ്രന്ന് ഒരൊറ്റ വീഴ്ച. അതൊക്കെ നമുക്ക് മാറ്റാന്നേ. എയറോബിക്സ് ചെയ്താ മതി. എനിക്കാണെങ്കിലേ ചെയ്യാൻ കൂട്ടിനൊരാളില്ലാണ്ടിക്ക. ഫാത്തിമ വാ വാ. കയ്യിന്റെ മോൾ ആരോ ചുറ്റിക്കെടുത്ത് അടിക്കണ മാതിരിയാ. അതൊക്കെ തോന്നലാടോ. എയറോബിക്സ് ചെയ്താ പെട്ടെന്ന് മാറൂലേ. വാ. അതോ വിടേ. അവനവനെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന പണിയെ ചെയ്യാവുഞ്ചവളെ. ആന ചെയ്യണൊക്കെ മൊയില് ചെയ്യാൻ നോക്കിയാണ്ടല്ലോ. എന്തെങ്കിലും കാര്യമുണ്ടോ? കരീനെ പോലെ ആവാൻ നോക്കിയിട്ട് കണ്ടില്ലേ ഞാൻ തൊപ്പ പൊളിച്ച കോയിന്റെ മാതിരിയായത്. മേലാകെ പഞ്ചറാക്കി മൊച്ചു കൂട്ടാൻ ഞമ്മളില്ലേ. അല്ലോ, വടകരയില് സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ഒരാളെ പോലീസ് പിടിച്ച് ഞെരിക്കുന്നുണ്ടെങ്കിൽ അല്ല അനക്കിപ്പോ പന്തടിച്ച് തെറിപ്പിക്കാൻ ഈ മട്ടന് പോലത്തെ ഒരു സാധനം പോരെ. ജനേന്ദ്രിയത്തിന് സാരമായി പരിക്കേറ്റ വേങ്ങേരി സ്വദേശിയായ മൂസ എന്ന 40-കാരനെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തേടി പിടിച്ച് ഇവനെ പറഞ്ഞാ മതി. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം മുടങ്ങതുപോൽ നടുവൊടിഞ്ഞവനും കുമ്പാള പരുവത്തിലായി പാവം കൂനിന്മേൽ കുരുപോലായി കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി ചെന്നിയുടെ ശകടവുമായി ഇവൻ പല വഴി അലയുകയായി പാപി ചെല്ലുന്നൊരിടമോ പാതാളം പോലെ അടവുകൾ മിനുക്കി തട്ടിത്തപ്പും അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം
പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴം നാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പും അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ MIT മൂസ